നമസ്കാരം. ഡോക്ടർ പ്രബോധ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു വിഷയം, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒ പിയിൽ വന്ന ഒരു പേഷ്യൻ്റ് വന്നിട്ടിങ്ങനെ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ ഒരു സ്വെല്ലിങ് സ്ക്രോട്ടത്തിലുണ്ടായതുകൊണ്ട് നേരത്തെ 10-12 വർഷം മുമ്പേ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി, സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ വെരിക്കോസിലുണ്ടെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ അന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിള്ളേരൊക്കെ ആകാൻ താമസമുണ്ടെങ്കിൽ ചെയ്താൽ മതിയെന്ന് അന്നത്തെ ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പക്ഷേ പുള്ളി 10 വർഷമായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല. വീണ്ടും ഒരു ഒപ്പീനിയന് വേണ്ടിയാണ് നമ്മുടെ അടുക്ക് വന്നു കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ഗ്രേഡ് 4 വെരിക്കോസിലുണ്ട്. അൾട്രാസൗണ്ട് ചെയ്തു, ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഗ്രേഡ് 4 വെരിക്കോസിലുണ്ട് ഒരു വശത്തെ, മറ്റേ വശത്തെ ഗ്രേഡ് 3 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു സെമൻ അനാലിസിസ് ചെയ്ത് ബീജത്തിൻ്റെ അളവ് നോക്കിയപ്പോൾ ബീജത്തിൻ്റെ കൗണ്ട് കുറവാണ്, മോട്ടിലിറ്റി വളരെ കുറവാണ്, ഏകദേശം ഒരു ആക്റ്റീവ് മോട്ടിലിറ്റി 0 എന്ന് പറയാം. അതുപോലെ ഒരു മോട്ടിലിറ്റി കണ്ടു. അപ്പോൾ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഗ്രേഡ് 4 വെരിക്കോസിൽ ഒരു സൈഡിലും മറ്റേ ഗ്രേഡ് 3 ഉണ്ട്. ടെസ്റ്റിസിൻ്റെ സൈസ് നോക്കിയപ്പോൾ നമ്മൾ നോർമൽ ടെസ്റ്റിസിനെക്കാട്ടിൽ സൈസ് കുറഞ്ഞിരിക്കുന്നു രണ്ട് വശത്തും. അപ്പോൾ ഈ വെരിക്കോസിൽ ഇങ്ങനെ ഒത്തിരി നാളായിട്ട് ഇരുന്ന് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടിരുന്നു, പക്ഷേങ്കിൽ കല്യാണം കഴിക്കാത്തതുകൊണ്ട് അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഇപ്പോൾ ഈ വന്നു കഴിഞ്ഞ് സെക്കൻഡ് ഒപ്പീനിയൻ ഒരു 10 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചു, ബീജത്തിൻ്റെ കൗണ്ട് കുറഞ്ഞു. അതുകൊണ്ട് പറയാനുള്ളത്, ഞാൻ ഒരു വെരിക്കോസിൽ കണ്ടു, അതിങ്ങനെ ലോങ് സ്റ്റാൻഡിങ് ആണ്, പ്രത്യേകിച്ചും ഗ്രേഡ് 3 ഗ്രേഡ് 4 ആണെങ്കിൽ വേറെ മറ്റൊന്നും സംശയിക്കേണ്ട. അത് ആ സമയത്ത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ വർഷങ്ങൾ കഴിയുന്തോറും ഇതിൻ്റെ ബീജത്തിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കും, അതിൻ്റെ ക്വാളിറ്റി കുറയും. പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഗർഭിണിയാകാനായിട്ട് താമസം വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പലതും നമുക്ക് ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാകും. അതുകൊണ്ട് വെരിക്കോസിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഇങ്ങനെ ഇതുപോലെ കൂടുതലായിട്ടുള്ള ഗ്രേഡൊക്കെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.